ഹലോ, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഇടാന്നും പറഞ്ഞൊരു പോയ പോക്കാണല്ലേ. ഇത്രയും നാളായിട്ട് എന്നൊന്ന് കണ്ടിട്ടുമല്ലോ അല്ലേ. അപ്പം എന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നെന്താ പറയാ, ഇന്ന് എനിക്കൊരു വലിയ കാര്യം പറയാനുണ്ട്. വേറെ എന്താ കണ്ടല്ല, നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയല്ലേ വിജയ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു സംഭവം കുറച്ച് ദിവസമായി, ഒരു 2-3-4-5 ദിവസമായി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു 4-5 ദിവസം മുമ്പാണ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ് പുള്ളി പലതും ചെയ്യുന്നത് അല്ലേ. അതിലെനിക്ക് മെയിനായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഈ ജയിലിലെ ഭക്ഷണ രീതികളും മട്ടനും ചിക്കനും ബീഫും ഒക്കെ മാറ്റിയിട്ട് അവിടെ കഞ്ഞിയും പയറും ആക്കണമെന്ന് പറഞ്ഞത് ഭയങ്കര ആഗ്രഹം. അതിന് പകരമായിട്ട് പുള്ളി പറഞ്ഞ വേറൊരു കാര്യം എന്താണ്, നമ്മുടെ എന്തുവാണ് കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ മാറ്റിയിട്ട് കുറച്ച് ചിക്കനും മട്ടനും ബീഫും ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് വളരെ നല്ല കാര്യമാണ്. നമ്മളെ പുതിയ ജനറേഷൻ ഉണ്ടല്ലോ, പുതിയ ജനറേഷൻ കുറച്ചുകൂടെ നല്ല രീതിക്ക് ഗ്രോ ആയി വരും. എന്താണ്, മാൽ ന്യൂട്രീഷൻ പ്രശ്നങ്ങളില്ലാത്ത, കഴിക്കാൻ ആഹാരമില്ലാത്ത, അങ്ങനെയുള്ള ആൾക്കാരില്ലാത്തൊരവസ്ഥയിലോട്ട് വരും. പുള്ളി ചെയ്യുന്ന പല കാര്യം നമ്മളെ നാട്ടിലപ്പോൾ ഒന്ന് ആലോചിക്കുകയാണ്. നമ്മളെ നാട്ടിൽ ഈ നിയമം വല്ലതും വരെയാണെങ്കിൽ നമ്മളെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ കൊമ്പത്തിരിക്കുന്നവർ തന്നെ എന്ത് പറയും, ഇതൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണ്, അവർക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്, ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. പീഡനം, പിടിച്ചു പറി, പിന്നെന്തുവാണ് കൊലപാതകം, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നല്ല കാര്യത്തിൽ വന്നിരുന്ന് അവിടെ ഇരുന്ന് മട്ടനും ചിക്കനും ഒക്കെ വെട്ടി വിഴുങ്ങുമ്പോൾ നോർമലായിട്ടുള്ള സാധാരണക്കാരെ അത് അഫക്റ്റ് ചെയ്തിട്ടുള്ള ആ പാരൻസൊക്കെ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നതൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു അധപ്പതനാണെന്ന് ഞാൻ എപ്പോഴും പറയും. എനിക്ക് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികളോടൊന്നും വലിയ ഇഷ്ടം കൂടുതലും ഇല്ല, ഇഷ്ടക്കുറവുമില്ല. കാരണം അവരെന്തോ ചെയ്യുന്നു, നമ്മൾ വേറെ ഏതോ വഴിക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു ഒരുവിധമുള്ള പുതിയ ജനറേഷനിലുള്ള, ഞാൻ ഭയങ്കര പുതിയതൊന്നുമില്ല, എന്നാലും നമ്മുടെ ആ കാലഘട്ടം തൊട്ടുള്ള ആൾക്കാർക്ക് ഈ പാർട്ടിയോടും അങ്ങനെ ഈ പാർട്ടിപരമായി സംസാരിക്കും. നമ്മളിപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പോലും എന്താണ്, നമ്മൾ പാർട്ടിപരമായിട്ടുള്ളൊരു സംസാരം പോലും നമുക്ക് വരത്തില്ല. കാരണം എന്താണ്, നമുക്കതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഏത് പാർട്ടി വന്നാലും നമുക്ക് വലിയ വികസനവും വലിയ ട്രാജിക്കായിട്ടുള്ള ചേഞ്ചസും വന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കുഞ്ഞിലേ തൊട്ട് നമ്മൾ ഇവിടെ ഒരു 10, 25, 26, 27 വർഷമാണ് നമ്മൾ കാണുന്നതല്ലേ. അതൊരു മെച്യൂർഡായ കാലഘട്ടം പറയുകയാണെങ്കിൽ ഒരു 10-15 വർഷം. അതിനകത്ത് നമുക്ക് വലിയ ട്രാജിക്കായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? പിന്നെ എന്താണ്, ഇതിൻ്റെ ക്രെഡിറ്റൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയും ക്രെഡിറ്റ് സംസാരിക്കാൻ വേണ്ടിയും മാത്രം ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് കുറേ എണ്ണം വരും, എനിക്ക് വോട്ട് ചെയ്യണേ. അതല്ലാണ്ട് നമ്മളെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു കൃഷിഭവനിൽ ചെന്നിട്ട് ഒരു തൈ ചോദിച്ചാലും വസ്തുവൊന്നും ഇല്ലാത്തവർക്കൊരു തൈ പോലും അവർ ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല. അതാണ് നമ്മുടെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നമ്മളെ നാട്ടിൽ ഇതൊന്നും ഒരിക്കലും നടക്കൂല. എന്നാലും ഞാൻ പറയുന്നതാണ്, നല്ല ആൾക്കാർ വരട്ടെ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരട്ടെ, അപ്പോൾ നമ്മളെ നാട്ടിൽ മാറ്റങ്ങൾ വരുമെന്ന് തോന്നുന്നു. ഇപ്രാവശ്യത്തത് അറിയില്ല, നോക്കാം. ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, ഇത്തിരി കഴിയുമ്പോൾ അറിയാം എന്താണെന്നൊക്കെ. അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ട്രാൻസ്ഫോർമേഷൻ്റെത് ഞാൻ പുറകെ ഇടുന്നതാണ് കേട്ടോ. ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ മനസ്സില്ലാത്തതുകൊണ്ടല്ല, കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്, കുറച്ച് ഹെക്റ്റിക്കായിട്ടുള്ള പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട്. ഈവൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഒന്നും ഒരു വിവരമില്ല, നീ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കാരണം നമ്മളെങ്ങനെ ഉള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകണമെന്ന് അവർക്ക് അറിയില്ലല്ലോ. പിന്നെ ഇതും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരാ.